തദ്ദേശ തെരഞ്ഞെടുപ്പിന് പ്രത്യേക മിഷനുമായി കോൺഗ്രസ് 3 ജില്ലകൾ വീതമുള്ള ക്ലസ്റ്ററുകളാക്കി സംഘടനാ പ്രവർത്തനം. സംസ്ഥാന നേതാക്കൾക്ക് ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കാൻ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അത്യാഹ്ലാദം വേണ്ടെന്ന് മുന്നറിയിപ്പ്. കന്റോൺമെന്റ് ഹൌസിൽ UDF യോഗം ആരംഭിച്ചു. നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാതെ കെ മുരളീധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേരിട്ടത് കനത്ത തോൽവിയെന്ന് CPIM. തിരുത്തൽ വരുത്തി മുന്നോട്ടു പോകുമെന്ന് MV ഗോവിന്ദൻ. BJPക്ക് സീറ്റ് നേടാനായി എന്നത് അപകടകരം. മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമമെന്നും വിമർശനം. മാസപ്പടി വിഷയത്തിൽ നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. വീണയ്ക്കെതിരെ വീണ്ടും കുഴൽനാടന്റെ ആരോപണം. മൈക്ക് ഓഫ് ചെയ്ത് സ്പീക്കർ. റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പ്രകാരം എനിക്ക് പോകാൻ പറ്റൂ. നിങ്ങൾ പറഞ്ഞല്ലോ കോടതി നോട്ടീസ് അയച്ചു. അത് കോടതി ഡിസൈഡ് ചെയ്യട്ടെ. ചട്ടവും ക്രമവും പാലിക്കാത്ത ഒരു രേഖയും ഒരു വാക്കും സഭാരേഖയിൽ ഉണ്ടാവില്ല. വസ്തുതാപരമായി തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് നിഷേധിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. കോടതിയിലുള്ള വിഷയം സഭയിൽ ഉന്നയിക്കാനാവില്ലെന്ന് വിശദീകരണം. പെൻഷൻ വിതരണ തടസ്സം സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി. മാനന്തവാടി MLA OR കേളു മന്ത്രിസഭയിലേക്ക്. പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രിയാകും. LDF മുന്നോട്ട് വച്ച നയങ്ങൾ നടപ്പാക്കുമെന്ന് OR കേളു. വകുപ്പുകളിൽ മാറ്റം. ദേവസ്വം VN വാസവനും പാർലമെന്ററി കാര്യം MB രാജേഷിനും. ചോദ്യക്കടലാസ് ചോർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി. രാജ്യത്ത് നോൺ സ്റ്റോപ്പ് പേപ്പർ ചോർച്ചയെന്ന് വിമർശനം. एजुकेशन सिस्टम को BJP के लोगों ने, उनके पेरेंट ऑर्गेनाइजेशन ने कैप्चर कर रखा है. जब तक ये कैप्चर रिवर्स नहीं किया जाएगा तब तक पेपर लीक चलता जाएगा. നീറ്റ് ചോദ്യക്കടലാസ് ചോർന്ന് ലഭിച്ചതായി വിദ്യാർത്ഥിയുടെ മൊഴി. ഹൈക്കോടതികളിലെ കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റാൻ നിർദ്ദേശം. തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരണം 40 കടന്നു. 100-ലേറെ പേർ ആശുപത്രിയിൽ. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം.